ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ട്രക്ക് ഡ്രൈവറിനുണ്ടായ ഭയാനകമായ അനുഭവം പറയാം. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കാൻ ഏറെ ഇഷ്ടമാണെന്ന് കഴിഞ്ഞ കുറേ വീഡിയോകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനെയൊരു അനുഭവം കിട്ടാനായി കുറച്ചേറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം. ഈ എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞത് ഷാജിയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഞാനിവിടെ പറയാം. എൻ്റെ പേര് ഷാജി. ഞാൻ ട്രക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. പല ട്രിപ്പിലും മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ നല്ലതും ചീത്തതുമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വലിയൊരു ആക്സിഡന്റിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതും, വണ്ടി കേടായി 2 രാത്രിയോളം വഴിയറിയാത്ത സ്ഥലത്ത് പെട്ടുപോയതും, കൊറോണക്കാലത്ത് ഓക്സിജൻ സിലിണ്ടറുമായി ഊണും ഉറക്കവുമില്ലാതെ നെട്ടോട്ടം ഓടിയതും, അങ്ങനെ പലതും ആ കൂട്ടത്തിൽപ്പെടും. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിചിത്രമായ ഒരു അനുഭവം എനിക്ക് നേരിടേണ്ടി വന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ പലരും പുച്ഛിച്ച് ചിരിക്കുകയും കളിയാക്കുകയുമാണ് പതിവ്. ഈ ഒരു അനുഭവം ഉണ്ടാവുന്നതുവരെ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ കളിയാക്കി ചിരിക്കുകയും പുച്ഛിച്ച് തള്ളുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു അനുഭവം നേരിട്ടതോടെ എൻ്റെ ആ സ്വഭാവത്തിന് ഒരു മാറ്റമുണ്ടായി. ഒരു ഏപ്രിൽ മാസമായിരുന്നു ആ സംഭവം ഉണ്ടായത്. വണ്ടിക്കകത്തും പുറത്തും അസഹനീയമായ ചൂട്. അന്ന് കൊച്ചിയിൽ നിന്ന് ലോഡുമായി ഞാൻ ഭോപ്പാലിലേക്ക് പുറപ്പെട്ടു. ചൂട് കനക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചു. എൻ്റെ സഹായത്തിനായി എനിക്കൊപ്പം ഒരു പയ്യനുണ്ടായിരുന്നു. 10-22 വയസ്സുള്ള എബി. അക്കാലത്ത് ഡ്രൈവിംഗ് പഠിക്കാനായി അവനെന്റെ ഒപ്പം കൂടിയതായിരുന്നു. പക്ഷേ ഈ ഒരു ലോങ് ട്രിപ്പിന് പോയ സമയത്ത് എബിക്ക് എന്റെ കൂടെ വരാൻ കഴിഞ്ഞില്ല. അവനെന്ന് ഏതോ എക്സാം എഴുതാനായി പോയി. അതിനാൽ ആ ട്രിപ്പിന് എനിക്ക് തനിച്ച് പോകേണ്ടി വന്നു. അന്തമില്ലാത്ത ഹൈവേകളിലൂടെ ഒറ്റയ്ക്ക് ലോങ് ഡ്രൈവ് ചെയ്യുന്നത് അങ്ങേയറ്റം വിരസതയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു സഹായത്തിനായി ഞാൻ മറ്റു പലരെയും വിളിച്ചെങ്കിലും ആ സമയത്ത് അവർക്കാർക്കും എന്റെ ഒപ്പം വരാൻ കഴിഞ്ഞില്ല. ഒരു രാത്രി 8 മണിയോടടുത്ത് എന്റെ ട്രക്ക് മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിച്ചു. തുടർച്ചയായിട്ടുള്ള യാത്ര കാരണം എവിടെയെങ്കിലും ഒന്നിറങ്ങി അല്പനേരം വിശ്രമിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നാഷണൽ ഹൈവേയിൽ നിന്ന് അല്പം മാറി ഒരു വളവ് കഴിഞ്ഞ് ചെന്നപ്പോൾ വലിയൊരു പേരാൽമരം നിൽക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ തണലിൽ പഴയൊരു സിമന്റ് ബെഞ്ചും കൂടി കണ്ടപ്പോൾ അന്നത്തെ അത്താഴം അവിടെ പാകം ചെയ്ത് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആകെ ഉണങ്ങി വരണ്ട ഒരു പ്രദേശമായിരുന്നു അത്. ഹൈവേയുടെ ഇരുവശത്തും കരിഞ്ഞുണങ്ങിയ പുല്ലുകളുള്ള വലിയൊരു പ്രദേശം. ഇടയ്ക്കിടയ്ക്ക് അല്പം പച്ചപ്പോടെ നിൽക്കുന്ന ചെറിയ ബബൂൾ മരങ്ങളെ കാണാനുള്ളൂ. വഴിയോരത്ത് ഡാമുകളോ മറ്റു ഷോപ്പുകളോ ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിയതിനു ശേഷം ഞാൻ പുറത്തേക്കിറങ്ങി. കൈകൾ രണ്ടും വിരിച്ച് മുതുക് നിവർത്തി ചുറ്റുപാട് നിരീക്ഷിച്ചു. താഴേക്ക് ഞാന്നു കിടക്കുന്ന തടിയൻ വേരുകളുള്ള വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നപ്പോൾ നല്ലൊരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ആ മരത്തിന്റെ കുറേ അങ്ങ് മാറി കുറച്ച് വീടുകൾ കണ്ടു. വറ്റി വരണ്ടു പോയ ഒരു തോടിനപ്പുറമായിരുന്നു ആ വീടുകൾ. അവിടെ ബൾബുകൾ മിന്നിക്കത്തുന്നത് എനിക്ക് കാണാമായിരുന്നു. അത്യാവശ്യം ആഹാരം പാകം ചെയ്ത് കഴിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ എപ്പോഴും എന്റെ വണ്ടിയിൽ കരുതാറുണ്ട്. പതിവായി പോകുന്ന റൂട്ടാണെങ്കിൽ എനിക്ക് പരിചയമുള്ള കടകളിൽ നിന്ന് മാത്രമേ ഞാൻ ആഹാരം വാങ്ങിച്ച് കഴിക്കാറുള്ളൂ. ഈ ഒരു റൂട്ടിലൂടെ 1-2 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം ഞാൻ ആഹാരം പാകം ചെയ്താണ് കഴിച്ചിരുന്നത്. സ്റ്റവും സാധനങ്ങളും വണ്ടിയിൽ നിന്ന് പുറത്തെടുത്ത് ഞാൻ ആ മരച്ചൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ചെറിയൊരു എമർജൻസി ലാമ്പ് കത്തിച്ച് ആ സിമന്റ് ബെഞ്ചിൽ വെച്ചതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ടു. കന്നാസിൽ കരുതിയ വെള്ളത്തിന് ഒട്ടും തണുപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വെള്ളം എത്ര കുടിച്ചിട്ടും എന്റെ ദാഹം തീർന്നില്ല. അരി തിളച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കറിക്ക് ആവശ്യമായ സവാള അരിയാൻ തുടങ്ങി. സമയം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. വളരെ ശാന്തമായ അന്തരീക്ഷം. ചീവീടിന്റെ ശബ്ദം പോലും കേൾക്കാനില്ല. ഹൈവേയിൽ നിന്ന് അല്പം മാറിയുള്ള ഒരു റോഡ് സൈഡിലാണ് ഈ വൃക്ഷം നിന്നിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇടയ്ക്കിടെ ഹോൺ മുഴക്കിക്കൊണ്ട് ഹൈവേയിലൂടെ ചില വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദമൊഴിച്ചാൽ മറ്റ് ശബ്ദങ്ങളൊന്നും അവിടെ കേൾക്കാനില്ലായിരുന്നു. ആഹാരം പാകം ചെയ്യുന്നതിനിടയിൽ എന്റെ നോട്ടം ആ വടവൃക്ഷത്തിന്റെ മുകളിലേക്ക് നീണ്ടു. അതിന്റെ ഇലകൾ പോലും ഒന്ന് അനങ്ങുന്നില്ലായിരുന്നു.
ചൂടായിരുന്നിട്ട് കൂടിയും എനിക്ക് ആ സമയത്ത് അസാധാരണമായൊരു തണുപ്പ് അനുഭവപ്പെട്ടു. യാത്രാക്ഷീണം കൊണ്ട് തോന്നിയതാകുമെന്നോർത്ത് ഞാനതത്ര കാര്യമാക്കിയില്ല. പച്ചക്കറി അരിയുന്നതിനിടയിൽ പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു. ആരോ നടക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം. വളരെ പതിഞ്ഞ ഒരു ശബ്ദമായിരുന്നു അത്. ചുറ്റുപാട് നിറഞ്ഞു നിന്ന നിശബ്ദതയ്ക്കിടയിൽ കേട്ട ആ ശബ്ദം എന്നെ തെല്ലലോസരപ്പെടുത്തി. ഞാൻ ഉടൻ തന്നെ ബെഞ്ചിൽ നിന്ന് ചാടി എണീറ്റ് ചുറ്റിനും നോക്കി. ആരെയും കണ്ടില്ല. ടോർച്ചും തെളിച്ചു പിടിച്ച് ഞാൻ ആ മരത്തിന് ചുറ്റും നടന്നു. അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. ഇനി സാധനങ്ങൾ നിറച്ച എന്റെ ലോറിയിൽ നിന്ന് ആരെങ്കിലും അത് മോഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണോ എന്ന ചിന്തയിൽ ഞാൻ ലോറിയുടെ അരികിലേക്ക് ചെന്നു. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവിടെ ഒറ്റക്കല്ല എന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ ആവർത്തിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ടോർച്ച് തെളിയിച്ച് ഞാൻ ആ സ്ഥലമെല്ലാം നിരീക്ഷിച്ചു. വിജനമായ റോഡ്, ഉണങ്ങി വരണ്ട സ്ഥലം, ഇതല്ലാതെ മറ്റൊന്നും എന്റെ കണ്ണിൽ പെട്ടില്ല. ഞാൻ ടോർച്ചുമായി തിരികെ ആ മരത്തിനടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും അടുപ്പത്തിരുന്ന അരി പകുതി വെന്തിരുന്നു. കറി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ വീണ്ടും ആരോ നടക്കുന്നത് പോലെയുള്ള ആ ശബ്ദം ഞാൻ കേട്ടു. വളരെ അടുത്തു നിന്നായിരുന്നു ഞാൻ ആ ശബ്ദം കേട്ടത്. ഇരുട്ടിൽ ആരെയും കാണാഞ്ഞതിനാൽ ഞാൻ ദേഷ്യത്തിൽ ഓയ് കോയ് ഹേ ക്യാ എന്ന് ഉച്ചത്തിൽ ചോദിച്ചു. പക്ഷേ മറുപടി ഒന്നും ഉണ്ടായില്ല. മഹാരാഷ്ട്രയിലെ ഏതോ കുഗ്രാമമായിരുന്നു അത്. കള്ളന്മാർ ആരെങ്കിലും ആയിരിക്കുമോ എന്ന ചിന്തയിൽ വെപ്രാളപ്പെട്ട് ഞാൻ വീണ്ടും ഇരുന്നിടത്ത് നിന്ന് ചാടിയെണീറ്റു. ആ സമയത്ത് ഞാനിരുന്ന പേരാൽ വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ ഒടിയുന്നത് പോലെയുള്ള ഒരു ശബ്ദം ഞാൻ കേൾക്കാനിടയായി. ഉടൻ തന്നെ ടോർച്ചടിച്ച് മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു. ഇരുണ്ട ഒരു രൂപം ആ പേരാൽ മരത്തിന്റെ ഉയർന്ന ഒരു ശിഖരത്തിലിരിക്കുന്നു. നന്നേ മെലിഞ്ഞ നീളൻ കാലുകൾ താഴേക്ക് തൂക്കിയിട്ട് ശോഷിച്ച ഒരു കുട്ടിയുടെ രൂപം. അതങ്ങനെ പാവയെ പോലെ അനങ്ങാതെ ഇരിക്കുകയാണ്. വിജനമായ ആ സ്ഥലത്ത് മരത്തിന് മുകളിലായി അത്തരമൊരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. കയ്യിലിരുന്ന ടോർച്ചിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ഞാനത് മുകളിലേക്ക് തെളിച്ചതും മരത്തിന്റെ കൊമ്പിൽ അനങ്ങാതെ ഇരുന്ന ആ രൂപം പെട്ടെന്ന് കാണാതെയായി. നീണ്ട യാത്ര ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ ആകെ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് അതിന്റെ തോന്നലായിരിക്കുമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. മരത്തിന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഞാൻ അല്പം പുറകോട്ട് നടന്നു. വീണ്ടും അതേ സെയിം സ്പോട്ടിൽ തന്നെ ടോർച്ച് തെളിച്ചുകൊണ്ട് ഒരാവർത്തി കൂടി ഞാൻ അവിടേക്ക് നോക്കി. അവിടം ശൂന്യമായിരുന്നു. എല്ലാം എന്റെ തോന്നലാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് തിരികെ എത്തി. അപ്പോഴേക്കും സിമന്റ് ബെഞ്ചിൽ കത്തിച്ചു വെച്ചിരുന്ന ആ എമർജൻസി ലാമ്പ് അത് അണഞ്ഞു പോയിരുന്നു. അത് വീണ്ടും തെളിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു. വെന്ത് പാകമായ ചോറ് അടുപ്പത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറി അല്പം വെള്ളമൊഴിച്ച് ഒരു പാത്രത്തിലാക്കി അത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. ആ സമയത്ത് ആരോ പിറുപിറുക്കുന്നത് പോലെ എനിക്ക് തോന്നി. അടക്കം പറയുന്നത് പോലെയുള്ള ആ ശബ്ദം എന്റെ പിറകിൽ നിന്നാണോ അതോ ഭീമാകാരനായ ആ മരത്തിന്റെ ഉള്ളിൽ നിന്നാണോ വരുന്നതെന്ന് ഞാൻ സംശയിച്ചു. ശ്വാസം അടക്കി പിടിച്ച് ഞാനത് ശ്രദ്ധിച്ചു. ഏതോ ഒരു സ്ത്രീ സംസാരിക്കുന്നത് പോലെയുള്ള ചെറു ശബ്ദങ്ങളാണ് ഞാൻ കേട്ടത്. പക്ഷേ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ലായിരുന്നു. ഞാൻ എണീറ്റ് നിന്ന് മരത്തിലേക്ക് ടോർച്ചടിച്ചു. പതുക്കെ കേട്ട ആ സ്ത്രീ ശബ്ദം മെല്ലെ മെല്ലെ ഇല്ലാതെയായി. ടോർച്ച് അണച്ചതും അവ്യക്തമായ ആ സംഭാഷണം വീണ്ടും കേട്ടു തുടങ്ങി. അതോടെ സ്റ്റൗവും മറ്റു സാധനങ്ങളും അവിടെ ഉപേക്ഷിച്ച് ഞാൻ നേരെ ലോറിക്കരികിലേക്ക് ഓടി. ക്യാബിൻ ലൈറ്റ് ഓണാക്കി ഡോർ അടച്ച് ഞാൻ വണ്ടിക്കുള്ളിൽ കയറിയിരുന്നു. ക്യാബിൻ ലൈറ്റും ഒന്ന് രണ്ട് തവണ മിന്നി തെളിഞ്ഞതിന് ശേഷമാണ് നേരാവണ്ണം ഒന്ന് തെളിഞ്ഞത്. സഹപ്രവർത്തകരിൽ നിന്ന് യാത്രാവേളയിൽ അവർക്കുണ്ടായ അസാധാരണമായ പല അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനവരെ പരിഹസിച്ചിട്ടേയുള്ളൂ. വിജനമായ ആ സ്ഥലത്ത് ഒറ്റക്ക് ലോറിയുടെ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതെല്ലാം ആ നിമിഷം ഓർത്തുപോയി. അപ്പോഴും എന്റെ നോട്ടം ആ മരത്തിന്റെ ചുവട്ടിലേക്കായിരുന്നു. ചെറിയ മണ്ണെണ്ണ സ്റ്റൗ അണഞ്ഞു പോയിരുന്നു. സിമന്റ് ബെഞ്ചിലിരുന്ന എമർജൻസി ലാമ്പിന്റെ വെട്ടവും മങ്ങി. പുക ഉയരുന്ന കഞ്ഞിക്കലത്തിലേക്ക് മാത്രമായി എന്റെ നോട്ടം.
നല്ല വിശപ്പുണ്ട്. പക്ഷേ ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്ന ആ ഭാഗത്തേക്ക് ചെല്ലാൻ ഞാൻ പേടിച്ചു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ധൈര്യം സംഭരിച്ച് ക്യാബിനിൽ നിന്ന് ഞാൻ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും ആ വടവൃക്ഷത്തിന്റെ പിന്നിൽ നിന്ന് ഒരു മനുഷ്യരൂപം എന്നെ തുറച്ചു നോക്കി. വെളുത്ത പുക പോലെയുള്ള ഒരു രൂപം. മുഖമൊന്നും വ്യക്തമല്ലായിരുന്നു. എമർജൻസി ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മരത്തിന്റെ മറയിൽ നിന്ന് എന്നെ നോക്കുന്ന ആ രൂപത്തെ എനിക്ക് കാണാമായിരുന്നു. വെളുത്ത പുക പോലെയുള്ള മനുഷ്യരൂപത്തെ കണ്ടതും ഞാൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. വണ്ടി സ്റ്റാർട്ടാക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. നെഞ്ചിടിപ്പ് ഇപ്പോൾ നിന്നു പോകുമെന്ന് തോന്നിയ നിമിഷങ്ങൾ. തൊണ്ട വരണ്ടുണങ്ങിപ്പോയതിനാൽ ഉറക്കെ കരയാൻ ശ്രമിച്ചിട്ടും എന്റെ വായിൽ നിന്ന് ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. നോക്കി നിൽക്കെ മരത്തിന്റെ മറയിൽ നിന്ന് ആ വെളുത്ത പുക പോലെയുള്ള രൂപം മെല്ലെ മെല്ലെ അല്പം മുന്നിലേക്ക് നീങ്ങി വന്നു. നല്ല പൊക്കമുള്ള ഒരു രൂപം. മൂടൽമഞ്ഞ് പോലെയുള്ള ആ മനുഷ്യരൂപം ഒഴുകി ഒഴുകി ലോറിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് കണ്ടതോടെ ഞാൻ ഭയന്ന് മുഖം മറച്ചു. പിന്നീട് ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ആ ഒരു രൂപത്തെ അവിടെ കാണാനില്ലായിരുന്നു. ഇനി അവിടെ തങ്ങുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു. വലിയ ശബ്ദത്തോടെ വണ്ടി സ്റ്റാർട്ടായി. ആഹാരം പാകം ചെയ്ത് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ആ മരച്ചൂട്ടിൽ ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ ഞാൻ അവിടെ നിന്ന് മടങ്ങി. സാധനങ്ങളുമായി ഗോഡൌണിൽ എത്തിയപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടായിരുന്നു. ഒരാഴ്ച വിട്ടുമാറാത്ത പനി കൊണ്ട് ഞാൻ വലഞ്ഞുപോയി. ലോഡ് ഇറക്കിയതിന് ശേഷം ഞാൻ ഗോഡൌണിന് അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഒരാഴ്ച താമസിച്ചു. പനി മാറിയതിന് ശേഷമാണ് ഞാനിന്ന് നാട്ടിലേക്ക് തിരിച്ചത്. പിന്നീട് ഏറെക്കാലം ഞാൻ ആ മരച്ചൂട്ടിൽ വെച്ച് കണ്ട രൂപത്തെ സ്വപ്നം കാണാറുണ്ടായിരുന്നു. ദുസ്വപ്നങ്ങൾ എന്റെ ഉറക്കം കെടുത്തിയപ്പോഴാണ് ഞാൻ എന്റെ സുഹൃത്തിനോട് ഈ വിവരം പറഞ്ഞത്. അവന്റെ നിർബന്ധപ്രകാരം ഞാനൊരു ജോത്സ്യനെ കണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും അതിനെ തുടർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അദ്ദേഹത്തോട് വിശദമായി പറഞ്ഞു. 1-2 വഴിപാടുകളും ഒരു ചരടും ജപിച്ചു കിട്ടിയതോടെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരവസാനമുണ്ടായി. കുറേ നാളുകൾക്ക് ശേഷം ഒരു തവണ കൂടി എനിക്ക് ആ വഴിയിലൂടെ ഒരു ട്രിപ്പിന് പോകേണ്ടി വന്നു. ഹൈവേക്കപ്പുറമുള്ള വളവിനരികിൽ നിൽക്കുന്ന ആ വൻമരം കണ്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവനാണ് എന്നോട് പറഞ്ഞത്, പണ്ട് ആ വഴിയരികിൽ ഒരു വണ്ടി അപകടം ഉണ്ടായെന്നും അതിലൊരു സ്ത്രീയും അവരുടെ കുട്ടിയും മരണപ്പെട്ടിരുന്നു എന്നും. ഇപ്പോഴും വഴിയരികിൽ നിൽക്കുന്ന താഴേക്ക് വേരുകൾ ഞാന്നു കിടക്കുന്ന ഏതൊരു പേരാൽമരങ്ങൾ കാണുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് പുക പോലെയുള്ള ആ മനുഷ്യരൂപങ്ങൾ കണ്ണാടിയിൽ കാണുന്നത് പോലെ തെളിഞ്ഞു വരാറുണ്ട്. ഇനി മറ്റൊരനുഭവം പറയാം. ഈ അനുഭവം ഷെയർ ചെയ്തിരിക്കുന്നത് പ്രിൻസാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഞാൻ ആ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. എൻ്റെ പേര് പ്രിൻസൻ. UPയിൽ നിന്ന് ഞാൻ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി 2022 കോട്ടയിൽ എത്തിയതായിരുന്നു. അന്ന് എനിക്ക് 18 വയസ്സായിരുന്നു പ്രായം. ഏതൊരു സ്റ്റുഡൻറ്റിനെ പോലെ ഞാനും മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായിട്ടാണ് രാജസ്ഥാനിലെ കോട്ടയിലെത്തിയത്. എൻ്റെ മനസ്സ് നിറയെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നില്ല കേട്ടോ, പേടിയും ഉണ്ടായിരുന്നു. ആ പേടി എക്സാമിനെ കുറിച്ചായിരുന്നില്ല, മറിച്ച് എനിക്കൊട്ടും പരിചയമില്ലാത്ത ആ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കണമല്ലോ എന്നോർത്തിട്ടായിരുന്നു ആ പേടി. അതിനു മുമ്പെങ്ങും ഞാൻ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ടില്ല. എൻ്റെ കോച്ചിങ് സെന്ററിന് അടുത്തായിട്ടുള്ള ഒരു ബോയ്സ് ഹോസ്റ്റലിലായിരുന്നു ഞാൻ മുറിയെടുത്തത്. ആ ഹോസ്റ്റലിന് നല്ല പഴക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് റെന്റ് അല്പം കുറവായിരുന്നു. 3 നിലകളുള്ള ആ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 3-ാം നമ്പർ മുറിയായിരുന്നു എനിക്ക് കിട്ടിയത്. ഈ മുറി സ്റ്റെയർ കേസിന് തൊട്ട്. ആദ്യമായിട്ട് ഞാൻ ആ റൂമിലെത്തിയപ്പോൾ ഈർപ്പം നിറഞ്ഞ വല്ലാത്തൊരു ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ മുറി വൃത്തിയുള്ളതായിരുന്നു. ഒരാൾക്ക് കിടക്കാൻ ഭാഗത്തുള്ള ഒരു ബെഡും ചെറിയൊരു സ്റ്റഡി ടേബിളും തടികൊണ്ടുള്ള ഒരു ചെയറുമാണ് ആ മുറിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ആ മുറിയിലെ ട്യൂബ് ലൈറ്റിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യം അതൊന്ന് മിന്നി മിന്നി കത്തും, പിന്നെ സാധാരണ പോലെ പ്രകാശിക്കും. ഹോസ്റ്റൽ വാർഡനായ ശർമാജി മുറിയുടെ താക്കോല് എന്നെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. രാത്രി സമയത്ത് മുറി തുറന്നിട്ടിട്ട് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പാടില്ല. ഡോറ് ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം.
എന്റെ സുരക്ഷയെക്കുറിച്ച് ഓർത്താണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്റെ സാധനങ്ങളെല്ലാം ആ മുറിയിൽ അടുക്കി പെറുക്കി വെച്ചപ്പോഴേക്കും ഞാൻ നന്നേ ക്ഷീണിച്ചു. ഹോസ്റ്റലിലെ ആദ്യത്തെ രാത്രി ഞാൻ അല്പം താമസിച്ചാണ് കിടന്നത്. ക്ഷീണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഉറക്കത്തിനിടയിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. എന്റെ റൂമിന് തൊട്ടടുത്തുള്ള സ്റ്റെയറിലൂടെ പടികൾ ചവിട്ടി ആരോ മുകളിലേക്ക് കയറുന്നു, പിന്നെ താഴേക്കിറങ്ങുന്നു. ആ കാലടി ശബ്ദം അങ്ങനെ തുടരെ തുടരെ കേട്ടപ്പോൾ ഞാൻ എണീറ്റ് ഡോർ തുറന്നു നോക്കി. പക്ഷേ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറക്കച്ചടവോടെ തിരികെ മുറിയിലെത്തി. വീണ്ടും കിടന്നു. പക്ഷേ കൃത്യം 3 മണിയായപ്പോൾ ആരോ വിളിച്ചെണീൽപ്പിച്ചതുപോലെ ഞാൻ ഉറക്കമുണർന്നു. മുറിയിൽ ആകെ ഇരുട്ടായിരുന്നു. ട്യൂബ് ലൈറ്റ് കത്തുന്നുമില്ല. ഫാനും നിന്നുപോയി. കറണ്ട് പോയതായിരുന്നു. എന്നാൽ ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരുതരം മരവിപ്പിക്കുന്ന തണുപ്പ് എനിക്കപ്പോൾ അനുഭവപ്പെട്ടു. ഞാൻ ഉടൻ തന്നെ ബെഡിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ തപ്പിയെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. ടേബിളിന് താഴേക്ക് തള്ളി വെച്ചിരുന്ന ആ തടിക്കസേര അതല്പം പിറകിലേക്ക് മാറി ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സംശയത്തോടെ ബെഡിൽ നിന്ന് എണീറ്റു. കാരണം കിടക്കുന്നതിന് മുമ്പായി ഞാൻ ആ കസേര ടേബിളിന് താഴേക്ക് തള്ളി വെച്ചതായിരുന്നു. അത് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയായത്? കുറച്ചു നേരം ഞാൻ അങ്ങനെ ചിന്തിച്ചു നിന്നെങ്കിലും പിന്നീട് ഞാൻ ഓർത്തു, ഒരുപക്ഷേ ഞാനത് ശരിയായിട്ട് വെച്ചിട്ടില്ലായിരിക്കാം. എന്തായാലും ആ രാത്രി എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ എന്റെ റൂമിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ധനേഷ് എന്ന പയ്യനോട് ഞാൻ രാത്രിയിൽ കേട്ട ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്നലെ രാത്രി ആരോ സ്റ്റെയർ കേസിലൂടെ പലതവണ കയറി ഇറങ്ങുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്റെ സംസാരം കേട്ട് അവൻ ചുറ്റുപാടും നോക്കി. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, നീയാണോ റൂം നമ്പർ 3 താമസിക്കുന്നത്? 1 മാസത്തിൽ കൂടുതൽ ആരും ആ മുറിയിൽ താമസിച്ചിട്ടില്ല. ധനേഷ് പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സിൽ കൊണ്ടു. എന്തേ അങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ മറുപടിയും പറഞ്ഞില്ല. പിന്നീട് അങ്ങോട്ടുള്ള രാത്രികളിലും എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. കൃത്യം 3 മണിയാകുമ്പോൾ ഞാൻ ആരോ തട്ടി വിളിച്ചതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണരും. ഉണരുന്ന സമയത്ത് ഐസ് കട്ടയ്ക്ക് മുകളിൽ കിടക്കുന്നത് പോലെയുള്ള കടുത്ത തണുപ്പും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പിന്നെ മുറിയിലെ ആ കസേര, അത് ഞാൻ വെച്ചതുപോലെ ആയിരിക്കില്ല ഇരിക്കുക. പലപ്പോഴും അതിന്റെ സ്ഥാനം മാറിയിട്ടുണ്ടാകും. ഇക്കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എൻ്റെ മറ്റു സുഹൃത്തുക്കളോട് പറയാൻ പോയില്ല. കാരണം അവരിക്കാര്യം പറഞ്ഞ് എന്നെ പരിഹസിക്കും, പേടിത്തൊണ്ടെന്ന് വിളിച്ച് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാനതെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷെ ഒരു ദിവസം കോച്ചിങ് ക്ലാസ്സിലെ ലഞ്ച് സമയത്ത് ധനേഷിനോട് ഞാൻ റൂം നമ്പർ 3 കുറിച്ച് അന്വേഷിച്ചു. അവൻ എന്നെ തുറിച്ചൊന്ന് നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, റൂം നമ്പർ 3 പറ്റി നിനക്കറിയണോ? ഹാ, ഞാൻ തലയാട്ടി. 2 വർഷങ്ങൾക്ക് മുമ്പ് ആ മുറിയിൽ ഒരു പയ്യൻ താമസിച്ചിരുന്നു. റയാൻ എന്നായിരുന്നു അവന്റെ പേര്. പഠിത്തത്തിൽ അവൻ മിടുക്കനായിരുന്നു. ഉദയ്പൂരിൽ നിന്നായിരുന്നു റയാൻ വന്നത്. അവന് മ്യൂസിക്കിലായിരുന്നു താല്പര്യം. റയാൻ നന്നായി ഗിത്താർ വായിക്കുമായിരുന്നു. പക്ഷെ അവന്റെ പേരൻസ് നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി അവനെ വല്ലാണ്ട് ഫോഴ്സ് ചെയ്തിരുന്നു. ആ പയ്യനാണെങ്കിൽ ആരോടും അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. അല്ലെങ്കിലും ഇവിടെ ആരോട് സംസാരിക്കാനാ? ആർക്കും ഒന്നും കേൾക്കണ്ട. എല്ലാവരും അവരവരുടേതായ തിരക്കിൽപ്പെട്ട് ജീവിക്കുന്നു. ഒരു ദിവസം രാവിലെ റയാന്റെ മുറി അടഞ്ഞു കിടക്കുന്നത് കണ്ടു. അവൻ അന്നേ ദിവസം ക്ലാസ്സിലും വന്നില്ല. എന്ത് പറ്റി റയാന്? ഞാൻ ഇടക്ക് കയറി ചോദിച്ചു. ആ പയ്യൻ 3-ാം നമ്പർ മുറിയുടെ അടുത്തുള്ള ആ സ്റ്റെയറിനടുത്തായി തൂങ്ങി മരിച്ചു. കുറച്ചു നേരത്തേക്ക് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പരിഭ്രമത്തോടെ ധനേഷിനോട് ചോദിച്ചു, നിനക്ക് റയാനെ പരിചയമുണ്ടോ? എന്റെ ശബ്ദത്തിലെ വിറവല് മനസ്സിലാക്കിയത് കൊണ്ടാവാം ധനേഷിന്റെ മുഖത്തെ ഗൗരവം മാറി. എനിക്ക് റയാനെ പരിചയമില്ല. മുമ്പ് ഇവിടെ താമസിച്ച സ്റ്റുഡൻ്റാണ് എന്നോട് അവന്റെ കാര്യം പറഞ്ഞത്. അവര് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് പഠിക്കാൻ എണീറ്റപ്പോഴാ ആ പയ്യൻ സ്റ്റെയർ കേസിനടുത്തായി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഞാൻ ദിവസവും ഉറക്കം വിട്ടുണരുന്നതും കൃത്യം 3 മണിക്കാണ്.
അതും ആരോ തട്ടി വിളിച്ചതുപോലെ. പക്ഷേ ഞാൻ ആ കാര്യങ്ങളൊന്നും ധനേഷിനോട് പറയാൻ പോയില്ല. എന്തെന്നാൽ കോട്ടയിലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നീറ്റ്, ജി എന്നിങ്ങനെയുള്ള എക്സാമിന് തയ്യാറെടുക്കുന്നതിനായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വർഷം തോറും വന്നെത്തുന്നത്. അവർക്ക് താമസിക്കാനായി ഹോസ്റ്റലുകളും പീജുകളും കുറഞ്ഞ റെന്റിന് കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ധനേഷ് ഒരു കള്ളക്കഥ പറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. എന്നെ അവിടുന്ന് ഓടിച്ചിട്ട് അവനവന്റെ മറ്റു സുഹൃത്തുക്കൾക്കായി റൂം തരപ്പെടുത്തി കൊടുത്ത് കമ്മീഷൻ വാങ്ങിക്കാനായിരിക്കും അവനങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ സംശയിച്ചു. ധനേഷ് പറഞ്ഞത് കേട്ടിട്ടും എനിക്ക് ലെവൽ ലേശം ഭയമില്ല എന്ന മട്ടിൽ ഞാൻ അവന്റെ മുന്നിൽ തന്നെ നിന്നു. പക്ഷേ എന്റെ കൈവെള്ള വിയർപ്പാൽ നനഞ്ഞത് ഞാൻ അറിഞ്ഞു. ഹോസ്റ്റൽ വാർഡനായ ശർമാജി പറഞ്ഞ കാര്യങ്ങളും അപ്പോൾ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങരുത്, ഡോർ എപ്പോഴും ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം. അതെന്റെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമായിരുന്നു, അതോ മറ്റെന്തോ കാര്യം അതിന് പിന്നിലുണ്ടോ? അന്ന് രാത്രി മേശക്കരികിൽ കിടന്ന കസേര, അത് ഞാൻ മേശക്കടിയിലേക്ക് നന്നായി തള്ളിവെച്ചു. ഡോർ അടച്ചതിന് ശേഷം ലൈറ്റ് ഓണാക്കി ഞാൻ ഉറങ്ങാൻ കിടന്നു. കൃത്യം 3 മണിയായപ്പോൾ ഞാൻ ഉണർന്നു. അതും ആരോ തട്ടി ഉണർത്തിയതുപോലെ. ആ സമയത്ത് മേശക്കടിയിലേക്ക് തള്ളിവെച്ചിരുന്ന ആ കസേര, അത് എന്റെ ബെഡിന് നേർക്ക് തിരിഞ്ഞാണിരുന്നത്. ആ ഒരു രാത്രിക്ക് ശേഷം എനിക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിലൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മുറിയിലെ ആ കസേരയെക്കുറിച്ചായിരുന്നു ഞാൻ സദാസമയവും ചിന്തിച്ചത്. അതെങ്ങനെയാണ് എന്റെ ബെഡിന് നേർക്ക് തിരിഞ്ഞു വന്നത്? ആരോ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ നിരീക്ഷിക്കുന്നത് പോലെ ആയിരുന്നു ആ ചെയറിന്റെ പൊസിഷൻ. എന്തായാലും ഇതൊന്നും എന്റെ തോന്നലല്ലായിരുന്നു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ആ കസേര പലതവണ മേശക്കടിയിലേക്ക് തള്ളിവെച്ചതാണ്. കിടക്കുന്നതിന് മുമ്പ് അത് അങ്ങനെ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നോക്കി ഉറപ്പ് വരുത്തിയതുമാണ്. എന്നിട്ടും ആ 3 മണി നേരത്ത് ഉണർന്നെണീക്കുമ്പോൾ ചെയറിന്റെ പൊസിഷൻ എന്റെ ബെഡിന് നേർക്കായിരിക്കും. ഉറക്കത്തിനിടയിൽ ഞാൻ എണീറ്റ കസേരയിൽ ഇരുന്നിട്ടോ അതിൽ തൊട്ടിട്ടോ ഇല്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഹോസ്റ്റലിലുള്ള മറ്റു കുട്ടികളോട് ഞാൻ അവിടെ മുമ്പ് താമസിച്ച ആ പയ്യനെ പറ്റി അന്വേഷിച്ചു. അങ്ങനെയിരിക്കെ ആ ഹോസ്റ്റലിലെ 2nd ഫ്ലോറിൽ താമസിക്കുന്ന ആകാശ് എന്നു പേരുള്ള ഒരുത്തൻ എന്നോട് ചില വിവരങ്ങൾ പറഞ്ഞു. റയാൻ, ഞാനവനെ ഓർക്കുന്നു. ആരോടും അവൻ അധികം സംസാരിക്കാറില്ലായിരുന്നു. എന്തൊക്കെയോ ചിന്തിച്ച് അവൻ്റെതായൊരു ലോകത്തിലായിരുന്നു അവൻ കഴിഞ്ഞിരുന്നത്. കോച്ചിങ് ക്ലാസ്സുകളിലേക്കല്ലാതെ ആ പയ്യൻ പുറത്തേക്കെങ്ങും പോയിരുന്നില്ല. എപ്പോഴും മുറി അടച്ചിട്ടിരിക്കും. ഒരു സുഹൃത്ത് പോലും അവനില്ലായിരുന്നു. ദിവസത്തിലൊരു 10 തവണയെങ്കിലും അവന്റെ അച്ഛൻ അവനെ ഫോൺ ചെയ്യും. സദാസമയവും പഠിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വഴക്കിട്ടുകൊണ്ടിരിക്കും. അവന്റെ പേരൻസിന് അവനെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അവന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പഠിത്തമല്ലായിരുന്നു. അവൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം, അത് അത്രമേൽ വലുതായിരിക്കണം. റയാൻ പഠിക്കാൻ മിടുക്കനായിരുന്നെങ്കിലും മ്യൂസിക്കിലായിരുന്നു ആ പയ്യന് വലിയ കമ്പമുണ്ടായിരുന്നത്. ധനേഷ് പറഞ്ഞതൊന്നും ഒരു കള്ളക്കഥയായിരുന്നില്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഈ റയാൻ റൂം നമ്പർ 3-ലാണോ താമസിച്ചിരുന്നത്? എന്റെ ചോദ്യം കേട്ട് ആകാശ് ഒന്ന് പരിഭ്രമിച്ചു. അതെ, അവൻ ഗ്രൗണ്ട് ഫ്ലോറിലെ സ്റ്റെയറിനടുത്തുള്ള 3-ാം നമ്പർ റൂമിലാണ് താമസിച്ചിരുന്നത്. റയാന്റെ മരണത്തിന് ശേഷം ശർമാജി ആ മുറി ആർക്കും കൊടുത്തിരുന്നില്ല. ഈ കഴിഞ്ഞ വർഷം മുതലാണ് അയാൾ അത് റെന്റിന് കൊടുക്കാൻ തുടങ്ങിയത്. 1-2 പേർ നിന്നെ പോലെ അവിടെ താമസിക്കാൻ വന്നെങ്കിലും 1 മാസം തികയും മുമ്പേ അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. ആകാശ് പറഞ്ഞത് കേട്ട് എന്റെ തൊണ്ട വരണ്ടുപോയി. അടുത്ത സൺഡേയിൽ ഹോസ്റ്റൽ വാർഡനായ ശർമാജിയോട് തന്നെ ഞാൻ ഈ കാര്യം നേരിട്ട് ചോദിച്ചു. അയാൾ അപ്പോൾ പത്രം വായിക്കുകയായിരുന്നു. ആ പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ ആ മനുഷ്യൻ ഇത്രമാത്രം എന്നോട് പറഞ്ഞു. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തിനു ചെയ്യണം? നീ നിന്റെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക്. ഇത് കോട്ടയാണ്, ഇവിടെ ഇങ്ങനെ പലതും കേൾക്കും. അതിനൊക്കെ ചെവി കൊടുക്കാൻ പോയാൽ പിന്നെ അതിനേ നേരമുണ്ടാവും. കുറേ സ്വപ്നങ്ങളുമായിട്ടാണ് ഇവിടേക്ക് പലരും എത്തുന്നത്. പക്ഷേ ഈ നഗരം അവരിൽ ചിലരുടെ സ്വപ്നങ്ങൾ കുഴിച്ചു മൂടുന്ന നിശബ്ദത നിറഞ്ഞ ശ്മശാനം കൂടിയാണ്. അതുകൊണ്ട് നീ എന്തിനാണോ ഇവിടേക്ക് വന്നത് അതിൽ ശ്രദ്ധിക്കാൻ നോക്ക്.
ശർമാജിയുടെ സംസാരത്തിൽ നിന്ന് ഞാനങ്ങനെ ചോദിച്ചതിലുള്ള അയാളുടെ ഇഷ്ടക്കേട് എനിക്ക് മനസ്സിലായി. അന്നേ ദിവസം രാത്രി ഞാൻ കിടക്കാൻ നേരം ഫോണിന്റെ പഴയ ചാർജിംഗ് കേബിൾ ഉപയോഗിച്ച് ആ കസേര കട്ടിലിന്റെ കാലിനോട് ചേർത്ത് അനക്കാനാവാത്ത വിധം കെട്ടിവെച്ചിരുന്നു. അടുത്ത ദിവസം പതിവ് പോലെ ഞാൻ 3 മണിക്ക് തന്നെ ഉറക്കമുണർന്നു. ഉണർന്നപ്പോഴേ ഞാൻ ആദ്യം നോക്കിയത് ആ കസേരയിലേക്കാണ്. അത് ഇരുന്നിടത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ എന്റെ സ്റ്റഡി ടേബിളിലിരുന്ന ബുക്കുകളെല്ലാം നിലത്ത് വീണ് ചിതറിക്കിടക്കുകയായിരുന്നു. അതോടെ എനിക്കൊരു വല്ലായ്മ തോന്നി. പിന്നീടുള്ള രാത്രികളിലും എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി വൈകും വരെ ഞാൻ പഠിക്കും. ഒരു 12 മണി അല്ലെങ്കിൽ 1 മണി ഞാൻ കിടക്കുമ്പോഴേക്കും ആ ഒരു സമയമാകും. ഒന്ന് മയങ്ങി വരുമ്പോഴേക്കും എന്റെ മുറിയുടെ തൊട്ടടുത്തുള്ള സ്റ്റെയർ കേസിൽ നിന്ന് ആ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആരോ ഓടിക്കയറുന്നു, പിന്നെ ഇറങ്ങുന്നു. ഡോർ തുറന്നു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുകയുമില്ല. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി ധനേഷ് എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ അപ്പോഴും എന്റെ മുറിയിലെ ആ കസേരയുടെ സ്ഥാനമാറ്റം, മേശപ്പുറത്ത് അടുക്കി വെച്ചിരുന്ന പുസ്തകങ്ങൾ താഴെ വീണ് കിടന്നത്, അതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു എന്നോർത്ത് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന നേരത്ത് ഹോസ്റ്റൽ ഗേറ്റിന് അടുത്തായി സെക്യൂരിറ്റി ഗാർഡിനെ കണ്ടു. ഇത്തിരി പ്രായമുള്ള ഒരാളായിരുന്നു ഗാർഡ്. ഞാൻ നയത്തിൽ റൂം നമ്പർ 3 കുറിച്ച് അയാളോട് ചില കാര്യങ്ങൾ അന്വേഷിച്ചു. അല്പനേരത്തേക്ക് അയാൾ എന്നെ തന്നെ നോക്കി നിന്നു. പിന്നീട് പറഞ്ഞു, "നീ ആ മുറിയിലാണോ താമസിക്കുന്നത്?" ഞാൻ അതേ എന്നർത്ഥത്തിൽ തലയാട്ടി. ചുറ്റിനുമൊന്ന് നോക്കിയിട്ട് വളരെ പതുക്കെ അയാൾ എന്റെ ചെവിയിൽ പറഞ്ഞു, "1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ ഇവിടെ തൂങ്ങി മരിച്ചിരുന്നു. നീ താമസിക്കുന്ന മുറിയിലല്ല, പുറത്തെ സ്റ്റെയറിന്റെ കൈവരിയിലാ അവൻ തൂങ്ങിയത്. കുറച്ചു കാലത്തേക്ക് ആ മുറി അടച്ചിട്ടിരുന്നെങ്കിലും പിന്നീട് അവിടെ കുട്ടികൾ താമസിച്ചതാണ്. എന്താ ഇപ്പൊ പ്രശ്നം?" "ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ" എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ റൂമിലേക്ക് പോയി. പിന്നീടും ഞാൻ റയാനെ കുറിച്ച് ചിലരോട് അന്വേഷിച്ചിരുന്നു. ആർക്കും റയാനോട് അടുപ്പമൊന്നുമില്ലായിരുന്നു. ചിലർ അവനെ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. ചിലർ മറ്റുള്ളവരിൽ നിന്ന് അവന്റെ കാര്യങ്ങൾ കേട്ടറിഞ്ഞതാണ്. അവന് റൂംമേറ്റ് ഉണ്ടായിരുന്നില്ല, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. ആർക്കും അവനെ അടുത്തറിയത്തില്ല. അവന്റെ വീട്ടുകാർക്ക് പോലും റയാനെ അടുത്തറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അവനെ കണ്ടിട്ടുള്ളവർ പറഞ്ഞത് റയാൻ കാണാൻ മിടുക്കനായിരുന്നു, ശാന്ത സ്വഭാവക്കാരനായിരുന്നു എന്നെല്ലാമാണ്. ഒരുപക്ഷെ പുറമെ അവൻ ശാന്തനായിരുന്നെങ്കിലും അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടായിരിക്കണം. ഉള്ളുകൊണ്ട് അവൻ ആകെ തകർന്നു പോയിരിക്കാം. റയാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതോടെ ഞാൻ മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. മരിച്ച് പ്രേതങ്ങളായി മാറിയ മനുഷ്യരെക്കുറിച്ചായിരുന്നില്ല, പകരം സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചു കൂട്ടിയതത്രയും. മനസ്സാകെ തകർന്നു പോയൊരു വ്യക്തി എങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ ഇടയിൽ സാധാരണ എന്നതുപോലെ പെരുമാറുക? അത്രയ്ക്കും മാനസിക സംഘർഷം ഉണ്ടായിട്ടും എങ്ങനെയായിരിക്കും അവർക്ക് ശാന്തമായി പെരുമാറാൻ കഴിയുക? പിന്നീട് പതുക്കെ പതുക്കെ റയാന്റെ മാനസികാവസ്ഥ അറിയാനായി ഞാൻ അവനാകാൻ ശ്രമിച്ചു നോക്കി. ദിവസവും വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്ന ഞാൻ അത് വല്ലപ്പോഴുമാക്കി. ഏതു നേരവും ഞാൻ റയാനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആരോടും ഞാൻ അധികം സംസാരിക്കാൻ പോയില്ല. എല്ലാവരും എന്നിൽ നിന്ന് അകന്നതാണോ അതോ ഞാൻ അവരിൽ നിന്ന് അകന്നതാണോ എന്ന് എനിക്കറിയില്ല. കത്തിമുന്നു പോലെ കുത്തിനോവിക്കുന്ന ഏകാന്തതയുടെ വേദന. അന്നു മുതൽ ഞാനിത് അനുഭവിച്ചു തുടങ്ങുകയായിരുന്നു. ടേബിളിന് പുറത്ത് അടുക്കി വെച്ചിരുന്ന തടിമാടൻ പുസ്തകങ്ങളുടെ ഭാരം, ആ ഭാരം എന്റെ നെഞ്ചിലായി എനിക്ക് അനുഭവപ്പെട്ടു. എന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. മത്സര പരീക്ഷകളുടെ മുന്നിൽ ഞാൻ പകച്ചു നിന്നുപോയി. പിന്നീടെല്ലാം യാന്ത്രികമായിരുന്നു. രാവിലെ എണീക്കുന്നു, കോച്ചിങ് സെന്ററിൽ പോകുന്നു, വൈകി ക്ഷീണിതനായി തിരിച്ചെത്തുന്നു. എല്ലാം ഒരു യന്ത്ര മനുഷ്യനെ പോലെ ഞാൻ ചെയ്യുകയായിരുന്നു. പിന്നീട് ഒരു ദിവസം രാത്രി ഞാൻ എന്റെ മുറിയുടെ വാതിൽ തുറന്നിട്ടുറങ്ങാൻ തീരുമാനിച്ചു. എന്നത്തെയും പോലെ ആരോ തട്ടി ഉണർത്തിയതുപോലെ ഞാൻ കൃത്യം 3 മണിക്ക് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഉണർന്നെണീറ്റപ്പോഴേ ഞാൻ ആ കാലൊച്ച കേട്ടു. വളരെ പതുക്കെ സ്റ്റെയറിൽ കൂടി ആരോ താഴേക്ക് വരുന്ന കാലൊച്ച. ഞാൻ അനങ്ങാനേ പോയില്ല, കിടന്നിടത്ത് തന്നെ കിടന്നു. പിന്നീട് കേട്ടത് ശ്വാസം കിട്ടാതെ ആരോ പിടയുന്നത് പോലെയുള്ള ശബ്ദമാണ്. ഞരക്കവും മൂളലും അതും വ്യക്തമായി തന്നെ കേട്ടു. അതോടെ ഞാൻ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റ് പുറത്തേക്കിറങ്ങി.
സ്റ്റെയറും വരാന്തയും ശൂന്യം. പിന്നീട് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ മുറിയിലെ ആ കസേര അത് എനിക്ക് അഭിമുഖമായിരിക്കുന്നു. അത്ര നേരവും ഒരു കുഴപ്പവുമില്ലാതെ തെളിഞ്ഞുകൊണ്ടിരുന്ന ട്യൂബ് ലൈറ്റും അതും ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് സാധാരണ പോലെ തെളിഞ്ഞു കത്തി. പിന്നീട് മുറിയിൽ നിറഞ്ഞ നിശബ്ദത അതെന്നെ ശ്വാസം മുട്ടിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കാൻ തീരുമാനിച്ചു. ഏകാഗ്രതയോട് പഠിക്കാനോ നന്നായിട്ടൊന്ന് ഉറങ്ങാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇനിയും ആ മുറിയിൽ നിന്നാൽ ഞാനും റയാനെ പോലെ ഒരു മുഴം കയറി ആ മുറിയിൽ ജീവൻ ഒടുക്കിയാലോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലായിരുന്നു. 6 മാസത്തിന് ശേഷം ഞാൻ കോട്ടയിൽ നിന്ന് എൻ്റെ വീട്ടിലെത്തി. എന്നെ കണ്ട സന്തോഷത്തിൽ എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. അച്ഛൻ വിശേഷങ്ങൾ ചോദിച്ചു. എല്ലാം നന്നായി പോകുന്നു എന്നൊരു കള്ളം പറഞ്ഞ് ഞാൻ വെളുക്കിനെ ചിരിച്ചുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് പോയി. ഏറെ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയതായിരുന്നു. സന്തോഷം തോന്നേണ്ടതാണ്. പക്ഷേ അവിടെയും അതുണ്ടായില്ല. ഞാൻ ചുറ്റുപാടും നോക്കി. ഭിത്തിയിൽ എല്ലാവരോടും ഒപ്പമുള്ള എൻ്റെ ഫാമിലി ഫോട്ടോസ്, ഷെൽഫിലെ ട്രോഫികൾ, ഞാനൊഴികെ എല്ലാം പഴയതുപോലെ തന്നെ. ഒരു ജൂൺ മാസത്തിൽ ഈ വീട്ടിൽ നിന്ന് പോയ ആ പഴയ ആളെ അല്ലായിരുന്നു ഞാനപ്പോൾ. റയാനെ പോലെ തന്നെ ഞാൻ പുറമെ ശാന്തനായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവിക്കുകയായിരുന്നു ഞാൻ. വീട്ടുകാരോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു. ഓരോരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ വെറുതെ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അന്ന് എൻ്റെ മുറിയിൽ കിടന്നിട്ട് പോലും എനിക്ക് ഉറക്കം വന്നില്ല. കൃത്യം 3 മണിക്ക് തന്നെ ഞാൻ ഉണർന്നു. അന്ന് രാവിലെ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എൻ്റെ അച്ഛൻ ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഒരു പയ്യൻ അസഹനീയമായ മാനസിക സമ്മർദ്ദം കൊണ്ട് തൂങ്ങി മരിച്ചെന്നും ഞാൻ അവനെപ്പോലെ ജീവിക്കാൻ ശ്രമിച്ചെന്നും അവൻ അനുഭവിച്ച മാനസിക വേദന അനുഭവിക്കാൻ ശ്രമിച്ച് ഞാൻ അവനെപ്പോലെ ആയി തീർന്നെന്നും പറയണമായിരുന്നു. ഒരു നിമിഷമൊന്ന് ആലോചിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഞാനിപ്പോൾ താമസിക്കുന്ന ആ ഹോസ്റ്റൽ മുറി അത് ചേഞ്ച് ചെയ്യണം. എന്തിന്? അച്ഛൻ ചോദിച്ചു. എനിക്കവിടെ പഠിക്കുവാനോ നന്നായിട്ടൊന്ന് ഉറങ്ങുവാനോ കഴിയുന്നില്ല. അദ്ദേഹം സമ്മതമെന്ന ഭാവത്തിൽ തലയാട്ടി. അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ കസിൻ കാർത്തികിനെ കാണാനായി പോയി. വർഷങ്ങൾക്ക് മുമ്പ് അവനും കോട്ടയിലെ കോച്ചിങ് സെന്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവനെന്റെ അവസ്ഥ മനസ്സിലാക്കാനാവുമെന്ന വിശ്വാസത്തിൽ ഞാൻ കാർത്തികിനോട് കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം അവൻ എന്നോട് പറഞ്ഞു, കോട്ട ഒരു പ്രേതബാധിത സ്ഥലമല്ല, മറിച്ച് അസഹനീയമായ മാനസിക സമ്മർദ്ദമാണ് അവിടെ പലരെയും വേട്ടയാടുന്നത്. നീ കൂടുതലായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എല്ലാം മറന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിനക്കുള്ളൂ. നിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം ആ മുറിയല്ല, നിന്റെ ആവശ്യമില്ലാത്ത ചിന്തകളാണ് അതിന് കാരണം. ഞാൻ നിശബ്ദനായി അവൻ പറയുന്നതെല്ലാം കേട്ടിരുന്നു. നീ പറഞ്ഞ ആ പയ്യൻ റയാൻ, അവനെ പിടികൂടിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തു കിടക്കുവാൻ അവന് കഴിഞ്ഞില്ല. റയാനെ ആരും സഹായിച്ചതുമില്ല. അവന് സഹായം വേണമോ എന്ന് ആരും ചോദിച്ചതുമില്ല. പക്ഷേ നീ ഭാഗ്യവാനാണ്. അത്തരമൊരവസ്ഥയിലേക്ക് നീ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. കാർത്തിക് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. മനസ്സിലെ വിഷമങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞപ്പോൾ എനിക്കേറെ ആശ്വാസം കിട്ടി. പിന്നീട് ഞാൻ കോട്ടയിലെത്തിയപ്പോൾ അതേ കാഴ്ചകൾ, ഒന്നിനും ഒരു മാറ്റവുമില്ല. പൊടി നിറഞ്ഞ റോഡ്, മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവരുടെ വെളുക്കനെയുള്ള ചിരി, ഹോസ്റ്റലിന്റെ മതിലിനോട് ചേർന്നുള്ള മാടക്കടയിലെ ചായയുടെ മണം, എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ എല്ലാം മാറിയിരുന്നു. അന്ന് റൂം നമ്പർ 3 ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ എനിക്കൊരു ഭയവും ഉണ്ടായില്ല. ആ രാത്രിയിൽ ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. എൻ്റെ മുറിയുടെ മുന്നിലുള്ള സ്റ്റെയർകേസിന്റെ പടിയിൽ ഒരു പയ്യൻ ഇരിക്കുന്നു. അവൻ കാൽമുട്ടുകളിൽ തലചായ്ച്ചിരിക്കുകയാണ്. ഡോറ് തുറക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടതും ആ പയ്യൻ തല ഉയർത്തി നോക്കി. പിന്നീട് അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു, ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ മനസ്സിന്റെ ഭാരം. പിന്നെ മരിക്കണമെന്ന ചിന്ത തന്നെ മാറിപ്പോവും. പക്ഷേ പറയുന്നത് കേൾക്കാൻ ആളുണ്ടാവണം.
ഉപദേശത്തിന് പകരം സാന്ത്വനിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ എന്നെപ്പോലുള്ളവർ ഇപ്പോഴും ജീവിച്ചിരുന്നേനും. ഒരാളുടെ ആഗ്രഹം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരുന്നാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. ഞാൻ കണ്ടത് ഒരു സ്വപ്നമല്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചാരിയിട്ട വാതിൽ തുറന്ന് അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. വരാന്തയിലെ ലൈറ്റ് അപ്പോൾ മിന്നിത്തെളിഞ്ഞു. പിന്നീട് മങ്ങിയ വെളിച്ചത്തിൽ അത് തെളിഞ്ഞു നിന്നു. സ്റ്റെയർ കേസിനരികിലെ തൂണിൽ ചാരി ഒരാൾ നിൽക്കുന്നു. ഞാൻ തിടുക്കത്തിൽ അവിടേക്ക് ചെന്നതും ആ ആൾ തിരിഞ്ഞു നോക്കാതെ മെല്ലെ ഇരുട്ടിലേക്ക് നടന്നു. ഹോസ്റ്റൽ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ അയാൾ തിരിഞ്ഞ് എനിക്ക് അഭിമുഖമായി നിന്നു. അയാളുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്നെ കൈവീശി കാണിച്ചുകൊണ്ട് അടച്ചിട്ടിരുന്ന ഗേറ്റിനപ്പുറത്തേക്ക് അയാൾ നടന്നകന്നു. താഴിട്ട് പൂട്ടിയ ആ ഗേറ്റ് അയാൾക്ക് ഒരു തടസ്സമായിരുന്നില്ല. അത് റയാനാണെന്ന് എൻ്റെ മനസ്സ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് റയാനെ പോലെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഞാൻ പഠിത്തത്തിനിടയിൽ സമയം കണ്ടെത്തി. അത് പലർക്കും വലിയൊരു ആശ്വാസമായിരുന്നു. ആത്മഹത്യ എന്ന ചിന്തയിൽ നിന്ന് തന്നെ അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. ആ ഹോസ്റ്റലിലെ റൂം നമ്പർ 3 അത് എന്നെ നല്ലൊരു മനുഷ്യനാക്കി തീർത്തു. റയാനെ പോലുള്ളവർ നമുക്കിടയിൽ ഒത്തിരിയുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മളൊന്ന് മനസ്സ് കാണിച്ചാൽ മതി. തീർച്ചയായും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും.